മകളെ പൊളിക്കാഴ്ചയാണ് കേട്ടോ, അടിപൊളി കാഴ്ചയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് പുല്ലൂർ KSRTC സ്റ്റാൻഡിൽ നിന്നുകൊണ്ടാണ്. എൻ്റെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് അച്ചൻകോവിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അച്ചൻകോവിൽ എന്ന് പറഞ്ഞാൽ പുല്ലൂരിൽ നിന്ന് കുറേ കിഴക്ക്, അതായത് വനത്തിന് നടുക്കുള്ളൊരു സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മുടെ ഒരു യാത്ര. അപ്പോൾ ഇവിടുന്ന് ഒരു ബസ് സർവീസ് പറയുമ്പോൾ ഈ ഒരു ബസ്സുണ്ട്, മുള്ളുമല വഴി അച്ചൻകോവിലിൽ ഉണ്ട്, RAC 400. ഈ ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്. ഓൾമോസ്റ്റ് 2 മണിയാകുമ്പോൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞു. അതേ സമയത്ത് തന്നെ ഇവിടെ ചെങ്കോട്ട വഴിയും അച്ചൻകോവിലൊരു ബസ് പോകുന്നുണ്ട്. ഞാൻ ആ ബസ് കാണിക്കാം. അത് ഈ ചെങ്കോട്ട വഴിയുള്ള ബസ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബസ്സാണ് തെന്മല, ആര്യൻകാവ്, ചെങ്കോട്ട, അച്ചൻകോവിൽ. ഈ ബസ്സാണ് മറ്റൊരു ബസ്, അതായത് RPE 972 എന്ന് പറയുന്ന ഈ ബസ്സാണ് രണ്ടാമത് പോകുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ 2 ബസ്സും ഓൾമോസ്റ്റ് 4 മണിയാകുമ്പം അച്ചൻകോവിലെത്തും. ഞാൻ ഇതാണ്ട് ഈ ബസ്സിൽ പോകാനാണ് തീരുമാനം, മനസ്സിലായോ? അപ്പോൾ അവിടെ ചെന്നിട്ടൊരു 3/4 മണിക്കൂർ അച്ചൻകോവിൽ വെയിറ്റ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം നമുക്ക് പറ്റുമെങ്കിൽ ചെങ്കോട്ട വഴിയുള്ള ആ ബസ് കിട്ടുവാണെങ്കിൽ, ആ കാണുന്ന ആ ബസ് കിട്ടുവാണെങ്കിൽ നമുക്ക് അതിൽ തിരിച്ചു പോരാം. അപ്പോൾ എന്തായാലും ഈ ബസ്സിലേക്ക് കയറാം. ബസ് ഓൾമോസ്റ്റ് ഫുള്ളാണ്. എത്ര മണി? 2 മണിക്കല്ലേ വണ്ടി എടുക്കുന്നത്? 1:30. വണ്ടി കറക്റ്റ് 1:30 ആയപ്പോൾ ഇവിടുത്തെ. മറ്റേ ആ ബസ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കൊല്ലം ഫാസ്റ്റ് പാസഞ്ചർ. ഇത് പുല്ലൂർ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ 2nd ലാർജസ്റ്റ് സിറ്റിയാണിത്. സോ ഞാൻ ഈ ബസ്സിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മുടെ പുല്ലൂർ തൂക്കുപാറ നമുക്ക് കാണാൻ പറ്റാതായിരുന്നു. തൂക്കുപാറത്തിന് ചെറിയൊരു പോർഷൻ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. കാണാം. കല്ലട റിവറാണ് നമ്മളിപ്പോൾ കണ്ടത്. റെസ്റ്റ് ഹൗസ് മന്ദിരം ഇത് കണ്ടോ? ഈ റൂട്ട് അങ്ങോട്ട് തിരിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനാപുരം, പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ 8 ആണ് ഈ കടന്നു പോകുന്നത്. അതായത് മിനി ഈസ്റ്റേൺ സ്റ്റേറ്റ് ഹൈവേ ആണ് ഇത്. പുല്ലൂരിൽ നിന്ന് മുതൽ മൂവാറ്റുപുഴ വരെ പോകുന്ന ഒരു സ്റ്റേറ്റ് ഹൈവേ ആണ്. ഈസ്റ്റേൺ, അതായത് മലയോര സ്റ്റേറ്റ് ഹൈവേ എന്നാണ് പറയുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ, അതായത് സ്റ്റേറ്റ് ഹൈവേ 8 നിന്ന് അലിമുക്ക് ജംഗ്ഷൻ വന്നിട്ട് അച്ചൻകോവിൽ റൂട്ടിലേക്ക് നമ്മൾ കയറിയിരിക്കുക. ഈ റോഡിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴും നിറയെ അക്വേഷ്യ മരങ്ങളാണ് കേട്ടോ. അനധികൃതമായിട്ട് വനത്തിനകത്ത് പ്രവേശിക്കുന്നതൊക്കെ ശിക്ഷാർഹമാണ് എന്നൊക്കെ പറയുന്ന ഒരു ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വന്ന റോഡ് കാണാൻ കുഴിയാറ് ഇങ്ങനെ വന്നേ. മരങ്ങളെ ഒറ്റത്തടിയായിട്ട് മേലോട്ട് കയറി പോയേക്കുന്നത് സംഭവം കാണാൻ ഒരു രസമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കറവൂർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. കിങ്ങിണി സ്റ്റോഴ്സ്.
ഈ കുരിശിന് തൊട്ട് ബാക്കിലൊരു ക്ഷേത്രമാണ് കേട്ടോ. അവിടുത്തെ വായനയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ചെറിയൊരു ടർഫ് കൂടാണ്. ടർഫ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ടർഫാണത്. സംഭവം ഇപ്പോൾ അടിപൊളി വനം കണ്ടു തുടങ്ങി കേട്ടോ. വന്യജീവികൾ, അവിടെ ബോർഡ് കണ്ടില്ലേ, വന്യജീവികൾ റോഡ് മുറിച്ച് കിടക്കുന്ന മേഖലയാണ് കേട്ടോ. വന്യജീവികൾ ആനയുടെയൊക്കെ പടങ്ങളാണ് വച്ചേക്കുന്നത്. ആനയും അതേപോലുള്ള വന്യജീവികളൊക്കെ വഴി ഈ ഭാഗത്ത് നല്ല സാന്നിധ്യമുള്ളതാണ് കേട്ടോ. ശ്രീ മഹാദേവ ക്ഷേത്രം, അതിൻ്റെ ഒരു മാർച്ച് ഇവിടെ കാണും. പിന്നെ അതേപോലെ ഒരു പള്ളിയുടെ ഒരു സ്കൂൾ അവിടെ കാണുന്നുണ്ട്, ഗവൺമെൻറ് HS. വളരെ വിചിത്ര രൂപങ്ങളായ ചില മരങ്ങളൊക്കെ കണ്ടു കേട്ടോ. അത് പെട്ടെന്ന് പാസ് ചെയ്തു പോയി. വഴിയൊക്കെ പോകുമ്പോൾ നല്ലൊരു ഓഫ് റോഡ് ഫീല് കിട്ടുന്നുണ്ട്. ഓഫ് റോഡൊന്നുമല്ല, പക്ഷേ അതങ്ങനൊരു ഫീലാണ്. ഇവിടെയും ചെറിയൊരു സൈൻ ബോർഡ് കണ്ടോ കേട്ടോ, വൈൽഡ് ലൈഫ് ക്രോസിംഗ് എന്ന് പറഞ്ഞുകൊണ്ടേ. അതായത് എപ്പോഴും ഏത് സമയത്തും ആനയൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നൊരു സാധ്യതയുള്ളൊരു മേഖല എത്തിയിരിക്കും. മരങ്ങൾക്കിടയിലൂടെ ആ വെയിലിങ്ങനെ അരിച്ചിറങ്ങുന്ന കാഴ്ച നല്ല രസമുണ്ട് അല്ലേ. ഇതിലൂടെ എന്നാ ഭംഗിയുള്ള യാത്രയാണ് നോക്കി. ബൈക്കിലൊക്കെ വരുവാണെങ്കിലേ, ടയറില്ലേ, ബൈക്കിലൊക്കെ വരുവാണെങ്കിലേ ഇവിടെ എല്ലാം ബൈക്ക് വെച്ചൊന്ന് റെസ്റ്റ് ചെയ്തൊക്കെ പോകാം കേട്ടോ. അങ്ങനെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. ഇതേപോലെ നമ്മളിങ്ങനെ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് പോകാനേ. പ്രത്യേകിച്ചും ബൈക്ക് യാത്ര, ബൈക്ക് അതെല്ലാം മറ്റേതെങ്കിലും സ്വകാര്യ വാഹനങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളി ഫീൽ ഗുഡ് യാത്രയാകും. KSRTCയിൽ വരുമ്പോൾ വേറെ ലെവലാണ്. ഇങ്ങോട്ട് പോകുമ്പോഴേ ആ ലെഫ്റ്റ് സൈഡിൽ ഇതാണ് ആന ക്രോസ് ചെയ്യുന്നൊരു പ്രദേശമാണ്. ഇങ്ങനെ ഒരു സൈൻ ബോർഡുണ്ട്. ഫാമിംഗ് കോർപ്പറേഷൻ്റെ സ്ഥലമാണ് കേട്ടോ. കംപ്ലീറ്റ് പൈനാപ്പിൾ കൃഷിയാണ്. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടൊരു കാഴ്ചയാണ്. കൊള്ളാം. കൊല്ലൂരത്ത് വന്ന സമയത്ത് ഫുൾ ആളുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് ആൾക്കാർ കയറി. കുറേ സമയത്തേക്ക് ഫുള്ള് ആളായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയി. ഇപ്പോഴത്തെ ഒരു കാഴ്ച ഇത്രയാണ്. ലെവൽ കാഴ്ച കേട്ടോ. നമ്മളിതുവരെ കണ്ട കാഴ്ചയിൽ കുറച്ച് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള കാഴ്ച.
കാറിങ്ങനെ വളഞ്ഞു വരുന്നുണ്ടോ, ഒരു നല്ല ഭംഗിയുണ്ടല്ലേ. എല്ലാം അടിപൊളി ഹരിത, ആ വെള്ളം വീഴുന്നുണ്ടോ. ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളെ, ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ കൊല്ലത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? നോക്കൂ, ആ റോഡിൻ്റെ ആ ഒരു സ്ട്രക്ചർ കണ്ടോ, അടിപൊളി അടിപൊളി വൈബ് സ്ഥലം. മരം നിൽക്കുന്നുണ്ടോ, ബസ് അങ്ങോട്ട് വലിക്കുന്നില്ല. ഇവിടെ പൊളിക്കാഴ്ചയാണ് കേട്ടോ, അടിപൊളി അടിപൊളി കാഴ്ചയാണ്. നമ്മൾ ഇതുവരെ കണ്ട കാഴ്ചയല്ല. എന്നാ രസമുണ്ട് നോക്കി. എല്ലാ ഫാമിംഗ് കോർപ്പറേഷൻ്റെ പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ. അതിൻ്റെ ഭയങ്കര ഒരു തോട്ടമാണിത്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന മരങ്ങളെ കണ്ടില്ലേ, ഒരു നല്ല വൈബുണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ വരുമ്പോഴേ ഭയങ്കര അട്രാക്ഷനാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഒന്ന തീർ കാഴ്ചയാണ് നോക്കി. ചെരുപ്പിട്ട കാവ്. ഈ ഷോപ്പ് കണ്ടോ, ഷോപ്പിൻ്റെ ആ നിർമ്മിതി ഒരു രസമുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, കംപ്ലീറ്റ് ഈറ കൊണ്ട് നിർമ്മിച്ചൊരു ഷോപ്പാണത്. അകത്തോട്ടൊക്കെ ഒരു വഴി കിടക്കും. മുള്ളുമല വനസംരക്ഷണ സമിതി. ഇത് പറയുന്നത് തടിഡിപ്പോയാണ് കേട്ടോ, ഗവൺമെൻറ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗവൺമെൻറ് ടിമ്പർ ഡിപ്പോട്ട് അച്ചൻകോവിൽ മുള്ളുമല. അച്ചൻകോവിലിന് വരുന്ന ബസ്സാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. 462. വീട്ടിലെ ഊണ്, കപ്പ, എല്ലുകറി, ചായ, പൊരിപ്പ്, സംഭം പൊളി. ഈ സ്ഥലം എന്ന് പറയുന്നത് ചെമ്പനരുവി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു വയോജന സൗഹൃദ കേന്ദ്രം ഒരു ബിൽഡിംഗ് ഇവിടെ കാണും. അടിപൊളി അടിപൊളി വൈബുള്ളൊരു സ്ഥലമേ കണ്ടോ. നോക്ക്, വന്യജീവികൾ റോഡ് മുറിച്ച് കിടക്കുന്ന മേഖല. ഇതൊരു വല്ലാത്ത ഹെയർപിൻ വളവായി പോയി.
സൈഡിലോട്ട് വന്നേ. ഇവിടെ കുറച്ച് അടിപൊളി വിഷ്വൽ എനിക്ക് മിസ്സായി. അതുകൊണ്ട് ഈ കാണുന്നത് അച്ചൻകോവിലാറാണ്. ഇവിടെ ഇങ്ങനെ കടന്നു പോകുന്നത്. കംപ്ലീറ്റ് വനമാണ് കേട്ടോ. അച്ചൻകോവിലാറെന്ന് പറഞ്ഞാൽ ഇപ്പം കാണാൻ പറ്റത്തില്ല. അതായത് ഈ നിൽക്കുന്ന ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ മരങ്ങളില്ല, മരങ്ങളുടെ തൊട്ട് താഴെ കൂടെ ഒരു ആറ് ഒഴുകുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് ഇവിടുന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പക്ഷേ അതാണ്ട് പോകും. ഈ റോഡ് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു സൈഡിൽ കൂടെ റോഡ് പോകുമ്പോഴേ അതിലൂടെ സമാന്തരമായിട്ടാണ് അച്ചൻകോവിൽ ആറ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് വൻ മല, അതായത് കംപ്ലീറ്റ് വനം, നിബിഡമായ വനങ്ങളാണ് കേട്ടോ. കൊടൂര വനമാണ് ഈ കാണുന്ന ഭാഗമല്ല. വന്യമൃഗങ്ങളെ എന്തെങ്കിലുമൊക്കെ യാത്രയ്ക്ക് ഇടയ്ക്ക് കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു വള്ളം കിടക്കുന്നു, ചെറിയൊരു വള്ളം കിടന്നു. അത് ഞാൻ കണ്ടു, പക്ഷേ ക്യാമറ കണ്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ, ഈ യാത്രയിൽ ഏതെങ്കിലും ഒരു വന്യമൃഗങ്ങളെ കാണാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇതുവരെയും കണ്ടില്ല. പ്രതീക്ഷ കൈവിടുന്നില്ല. കാണാൻ കഴിഞ്ഞേക്കുമല്ലേ. ഇവിടെ കുറേ ആൾക്കാർ അങ്ങനെ കുളിക്കുന്നുണ്ട്. ഇത് ശരിക്കും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇവിടെ വല്ല സ്വകാര്യ വാഹനങ്ങളിൽ വന്നേ പറ്റത്തുള്ളൂ കേട്ടോ. ബൈക്കിലോ കാറിലോ ജീപ്പിലോ ഒക്കെ വരുമ്പോഴേ നമുക്കത് ഈ ഭാഗങ്ങളൊക്കെ ഇറങ്ങി ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കൊള്ളാം. കുറച്ച് ഭാഗത്ത് ഈ മുളം കാടുകൾ ഇതിനിടയ്ക്കൂടെ പോകുന്നൊരു നല്ല വൈബുണ്ട് കേട്ടോ. ഒരു മരത്തിന് എനിക്ക് ഈ ബസ്സിനകത്തിരുന്നു കൊണ്ട് കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്, ദൂരെയുള്ള അടിപൊളി കാഴ്ച. പക്ഷേ അത് ഈ ക്യാമറയ്ക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതാണ് അവിടുത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ. പകിടിപ്പോ അപ്പോൾ നമ്മുടെ അച്ചൻകോവിൽ എത്തിയിട്ടുണ്ട്. അച്ചൻകോവിൽ ലക്ഷം വീട് കോളനി ജംഗ്ഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരാളെ ഇറങ്ങി. അപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനടുത്ത് ആണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ആൾക്കാരൊക്കെ റോഡ് സൈഡിൽ ഇരിക്കുന്നു. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് അച്ചൻകോവിൽ. കണ്ടോ, പായലിങ്ങനെ കിടക്കണം. നല്ല രസം, നല്ല പച്ചപ്പുണ്ടല്ലേ, നല്ല ഗ്രീനിഷായി കിടക്കുന്നു. നമുക്ക് ഒരു വനത്തിന് നടുക്കുള്ള അടിപൊളി ഒരു ജംഗ്ഷൻ കേട്ടോ. ഒരു സ്കൂളുണ്ട്. അല്ല, സ്കൂളല്ല, ഇത് റെസ്റ്റ് ഹൗസാണ്. ഇത് അടിപൊളി ജംഗ്ഷനാണ് കേട്ടോ. കറുപ്പസ്വാമി കോവിൽ ഇവിടെ വരെ ഉള്ളല്ലേ.
എത്ര മണിക്കാണ് ബസ് തിരിച്ചു പോകുന്നത്? 4 മണിക്കല്ലേ? ചെങ്കോട്ട വഴി വരുന്ന ബസ് നമുക്ക് കിട്ടും അങ്ങോട്ട്? തിരിച്ചു 5 മണിയാകത്തില്ലേ? അപ്പം പുല്ലൂരിൽ നിന്ന് ഇവിടം വരെ എന്നാ ദൂരം കാണും? ഇവിടെ 46 കിലോമീറ്റർ ഉണ്ട്. ഇപ്പം പുല്ലൂരിൽ നിന്ന് എത്ര മണിക്കൊക്കെ ഇങ്ങോട്ട് സർവീസ് ഉള്ളത്? 6:15, 9 മണി, 11:15, 1:30, 4:30, വൈകിട്ട് 6:15 അവിടുന്ന്. ഓക്കെ. ഫൈനലി നമ്മൾ അച്ചൻകോവിൽ ജംഗ്ഷൻ വന്ന്. ഇപ്പോൾ എന്ന് വെച്ചാൽ കറക്റ്റ് 3:10 ആയപ്പോഴേക്ക് ബസ് ഇവിടെ വന്നു കേട്ടോ. ഒരു 4 മണിക്കാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗ്രേഡ് 1 അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ആർച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ആ ക്ഷേത്രമാണ് നമ്മളിപ്പോൾ, ഇതാണ് ആ ക്ഷേത്രം എന്ന് പറയുന്നത്. അയ്യപ്പന്മാരൊക്കെ ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കുന്നു. കുറേ ട്രാവൽ വാഹനങ്ങളൊക്കെ ഉണ്ട്. അവർ വന്നതാണ് തോന്നുന്നു. അവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ബസ്സാണ്. ഇതെല്ലാം തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളാണ് കേട്ടോ. ശബരിമലയ്ക്ക് പോകാൻ നിൽക്കുകയാണോ? ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അത് പോയിട്ട് വന്നതാണോ? പോയിട്ട് വന്നതല്ലേ? ഇതുവഴിയാണ് അങ്ങോട്ട് പോയത്? ശബരിമലയ്ക്ക് പോയത് ഇതുവഴിയാണോ? ഇതുവഴി തന്നെയാണോ പോയത്? ഓക്കെ. എങ്ങനെയുണ്ടോ യാത്ര? എങ്ങോട്ടാണ് ശബരിമല യാത്ര? ഫ്രീ ആയിരിക്കും. നിങ്ങൾ വന്നതാണോ ഈ 4 വണ്ടി അല്ലേ? 4 വണ്ടി. എത്ര പേരുണ്ടായിരുന്നു? 4 പേരല്ലേ? ആ വണ്ടിയിൽ 15 പേരുണ്ടായിരുന്നു. ഇതിൽ 4 പേരുണ്ടല്ലേ? നിങ്ങൾ ഒരുമിച്ച് വന്നതാണോ? ഒരു സ്ഥലക്കാരാണോ? റൈറ്റ്. അണ്ണയുടെ പേരെന്നാ? രവി അല്ലേ? എവിടെ സ്ഥലം കറക്റ്റ്? എവിടെ ഊരാണ്? എങ്കിൽ വേലൂരില്ലേ? ഗോൾഡൻ ടെമ്പിൾ. വേലൂരിൽ നിന്ന് അത് എവിടെ സ്ഥലം? കാട്ട്പാടി വേലൂർ. ഗോൾഡൻ ടെമ്പിൾ അല്ലേ? ഓക്കെ, ശരി. ഫുഡ് കഴിച്ചായിരുന്നു? ഫുഡ് കഴിച്ചോ? ഓക്കെ. ഇന്ന് വെച്ചാൽ ശബരിമല ഇടത്താവളം കൂടിയാണിത് കേട്ടോ. ഇതാണ് ക്ഷേത്രം. കൂടയിൽ ആണ് കേട്ടോ. കൂവളത്തിലല്ലേ ഇത്? പ്രാക്കളൊക്കെ ഉണ്ട് കേട്ടോ. പ്രാക്കളെന്തോ കൊത്തി കഴിക്കുന്നത്? തേങ്ങാപ്പൂളാണ് കേട്ടോ. ഇത് ഉണക്കാൻ വെച്ചിരിക്കുന്നത്. അത് പ്രാക്കൾക്ക് കൊടുത്തതെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. സംഭവം സെറ്റ് കേട്ടോ. ശ്രീ കറുപ്പസ്വാമി കോവിൽ. നമ്മളിപ്പോൾ വന്ന ബസ്സിനെ തിരിച്ച് പോകണമെങ്കിൽ 4 മണിക്ക് ആണ് ഇവിടുന്ന് വണ്ടി എടുക്കുന്നത്. അതല്ല, ഇനിയിപ്പോൾ ഒരു മറ്റേ ചെങ്കോട്ട വഴി ഒരു ബസ്സുണ്ടല്ലോ, നമ്മൾ കണ്ടതാണല്ലോ. ആ ബസ് ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം തിരിച്ചു പോകുന്നത് ഓൾമോസ്റ്റ് 5 മണിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് ബസ്സിന് പോകണം നമുക്കൊന്ന് ആലോചിക്കാം. ഇപ്പോൾ 2 മണിക്കാണ് 1:30ക്കാണ് അവിടുന്ന് വണ്ടി എടുത്ത്, പുനലൂരിൽ നിന്ന് വണ്ടി എടുത്തത് കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്ന് 3:10 അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ 1.5 മണിക്കൂറും കഴിഞ്ഞ് 10 മിനിറ്റ് നമുക്ക് വേണ്ടി വന്നു. ഇതാണ് ശ്രീ കറുപ്പസ്വാമി കോവിൽ. കൊള്ള അടിപൊളിയൊരു വൈബുള്ള സ്ഥലം കേട്ടോ. ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഒരു ചെരുപ്പൊക്കെ ഇരിക്കുന്നത്. ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അച്ചൻകോവിൽ LP വിഭാഗമാണ്. ഹയർ സെക്കൻഡറി എവിടെ നേരം? ഹയർ സെക്കൻഡറി ഏതാ? ഒരു പോകണമല്ലേ? ആ മലനിര വേണം. അതൊക്കെ ഏത് ഭാഗമാണ്? വലിയ മലകളൊക്കെ നിൽക്കുന്നത്? ആ മലകളൊക്കെ നിൽക്കുന്നത് അത് ഏത് ഭാഗമാണ്? ഏതാണ്? അതല്ലയോ? അത് കേരളത്തിൻ്റെ ഭാഗം തന്നെ അല്ലയോ? അല്ലല്ലേ? അതിനകത്ത് താമസക്കാർ വല്ലതും ഉണ്ടോ? കാണുമല്ലേ? എന്നാ ലുക്കാണെന്നറിയാമോ? ആ വെയിൽ വന്നിങ്ങ് വീഴുന്നത് കാണുമ്പോഴേ, പല ഭാഗത്തും വെയിൽ, ചില ഭാഗത്താണെങ്കിൽ ആ ഷെയ്ഡ് കിടക്കുന്ന കേട്ടോ.
നല്ല രസമുണ്ട് കാണാൻ ഇവിടെ നിന്ന്. ഇവിടെ ഈ സ്കൂളിൻ്റെ ഈ ഒരു ആർച്ചും കൂടെ കാണുമ്പോഴേ നമുക്കൊരു മാമലക്കണ്ടത്തെ ഒരു വിഷയം കേട്ടതില്ലേ, ഒരു സ്കൂളിൻ്റെ ഒരു ആർച്ച്, ഇതുപോലെ ബാക്കിൽ വലിയ മലനിരകളൊക്കെ, അതിൻ്റെ അതുപോലെയൊക്കെ നമുക്ക് തോന്നുന്നു കേട്ടോ. എന്താ നമുക്കിവിടെ കൊല്ലത്തുമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. എന്നെ വൈബാന്ന് നോക്കുമല്ലോ. ഇവിടെ അത്യാവശ്യം കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. ഈ ടൈപ്പ് ലോറി കണ്ടിട്ട് ഒരുപാട് നാളായി കേട്ടോ. അച്ചൻകോവിൽ അരശൻ. കൂപ്പിൽ തടി കൊണ്ടുവന്ന ലോറിയാണ് തോന്നുന്നല്ലോ. ഒരുപാട് നാളായി, ഒരുപാട്. ഇത് കൂപ്പിൽ തടി കയറ്റാൻ പോകുന്ന ലോറിയാണോ? ആണോ? ഓക്കെ. സത്യം ഞാൻ ഇതേപോലെ ലോറി കണ്ടിട്ട് ഒരുപാട് നാളായി. വനത്തിന് നടുക്കാണ് ഈ പറഞ്ഞ ചെറിയൊരു സ്ഥലം കേട്ടോ. കേട്ടോ, ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കാനുണ്ട്. ഇവിടെ അങ്ങോട്ടൊക്കെ സ്ഥലമുണ്ട്. ഇതെങ്ങോട്ട് പോകുന്ന സ്ഥലമാണ്? മൂന്നുമുക്കോ? വനത്തിനകത്താണോ? അല്ലയോ, അങ്ങോട്ട് വനമല്ലേ ഇത്? ആണോ? ഓക്കെ. അച്ചൻകോവിൽ രഘുനാഥ് 2016. അടിപൊളി ബിൽഡിങ് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചല്ലേ ഇതിനകത്ത് ഇങ്ങനൊരു സ്ഥലം, ഇങ്ങനെയൊക്കെ ഒരു ബിൽഡിങ്ങൊക്കെ ഇവിടെ ഉണ്ടാകുന്നു. ഇന്ത്യൻ ബാങ്ക് ഒരു ബാങ്കുണ്ട്, ഇവിടെ ഒരു വസ്ത്രാലയമുണ്ട്, ATM സംവിധാനം അവിടെ ഉണ്ട്. സത്യത്തിൽ ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല, എന്തായാലും ഒന്ന് കഴിക്കട്ടെ. ചിലപ്പം 3:30 ആയി കേട്ടോ. ഇവിടെ നമുക്കിവിടുന്ന് ഊണ് കിട്ടി. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഈ ടൈമിൽ ഊണ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അടിപൊളി ഊണായിരുന്നു. അതായത് നമ്മുടെ വീട്ടിൽ ഊണെന്നൊക്കെ പറയുന്ന പോലെ അടിപൊളി ഒരു ഊണായിരുന്നു. പിടിച്ചോ. എവിടെ സ്ഥലം? എവിടെ? തെങ്കാശി അല്ലേ? എവിടെ പോയിട്ട് വന്നേ? റിവറിൽ. ഓക്കെ. പേരെന്തോ? ജയിലാനി. അടിപൊളി. ശ്രീനാഥ്. ഓക്കെ. സ്കൂൾ വിട്ടിട്ട് വന്ന് ഇവിടെ കളിച്ചിരിക്കുവോ പിള്ളേരേട്ടോ. നാല് മണിക്ക് ഇവിടെ വണ്ടി വിട്ട് കഴിഞ്ഞാൽ 5:30 5:45 അടുപ്പിച്ചാവും പുനലൂർ ആലമ്പഴയ്ക്കും. കറവൂർ പുനലൂർ RAE 400. നമ്മൾ ഈ ബസ്സിലാണ് വന്നത് കേട്ടോ. അടിപൊളി ഒരു പിക്ക് എടുക്കണം. ജോലി അടിച്ചു വിട്ടു വന്നു. ഇത് തൊഴിലുറപ്പോ? ഓക്കെ. എവിടെയായിരുന്നു തൊഴിലുറപ്പ്? ഓക്കെ. പോയിട്ട് വരുമ്പോൾ ഓരോ കെട്ട് വിറക് കേട്ടാണ് വരുന്നത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് അച്ചൻകോവിൽ വരെയുള്ള യാത്രാ കാഴ്ചകൾ. ഇനി നമ്മൾ ഈ ബസ്സിനെ തിരിച്ച് പോവുകയാണ്. അതായത് ഇനി ചെങ്കോട്ട വഴി വരുന്ന ബസ് ഇതുവരെ എത്തിയില്ല. എത്തിയതിന് ശേഷം ഓൾമോസ്റ്റ് 5 മണിക്ക് ഇവിടെ തിരിച്ച് പോകത്തുള്ളൂ. ഒരു 3 മണിക്കൂർ യാത്ര ഉണ്ടാകും. അപ്പോൾ അങ്ങ് പുനലൂർ എല്ലപ്പോഴേക്കും എത്ര മണിയാകും? 8 മണിയാകും. കുറച്ച് ലേറ്റ് ആവുന്നതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ തിരിച്ച് പോകാമെന്നാണ് ഒരു തീരുമാനം. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്ന മറ്റേ ബസ്സിൽ പോകണമെന്നുള്ളതായിരുന്നു. പക്ഷേ നടക്കത്തില്ല.